ലിസ്ബത്ത് ചൊല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മുന്തിരി വൈനാണ്. ഫ്രഷ് മുന്തിരി വെച്ചിട്ടുള്ള വൈനാണ്. ഉണക്കമുന്തിരി വെച്ചിട്ടുള്ള വൈൻ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. 5-ാം ദിവസം നമുക്ക് നല്ല ക്ലിയർ വൈൻ കിട്ടും. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ കറുത്ത മുന്തിരിയാണ്. സീഡ്ലെസ് മുന്തിരിയാണ് ഇതിന് നല്ലത്. സീഡ് ഉണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കുരു അധികം നമ്മളിങ്ങനെ അരയ്ക്കാതിരുന്നാൽ മതി. അപ്പോൾ നമുക്കിത് ആദ്യം മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല കറുത്ത മുന്തിരിയാണെങ്കിൽ നല്ല കളറ് കിട്ടും. 1/2 കിലോ മുന്തിരിക്ക് 1 ലിറ്റർ വെള്ളം. ആദ്യം തന്നെ നമ്മൾ 1 ലിറ്റർ വെള്ളം എടുത്ത് വയ്ക്കണം. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വേണം ഈ മുന്തിരി അരച്ചെടുക്കേണ്ടത്. അപ്പോൾ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ 2 കൊല മുന്തിരിയാണ് എടുത്തിരുന്നത്. അതിൽ 1 കൊലയിൽ സീഡില്ലായിരുന്നു, 1 കൊലയിൽ സീഡ് ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അത് ഒത്തിരി അതിൻ്റെ സീഡ് അരഞ്ഞിട്ടൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അടിച്ചെടുത്തിട്ട് നമ്മളതൊരു ചരുവത്തിലേക്ക് മാറ്റി ബാക്കി ഇരുന്ന വെള്ളം കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണം. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുക്കേണ്ടത് 1/2 കിലോ പഞ്ചസാരയാണ്. പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് തിളപ്പിക്കാം. ഇപ്പോൾ മുന്തിരിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ തണുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് ഈസ്റ്റ് ഫെർമെൻ്റ് ആക്കാൻ വയ്ക്കണം. ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആട്ടോ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ഇട്ടാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര എടുക്കുക. അതിലേക്ക് ഒരുവിധം നല്ല ചൂടുവെള്ളം ഒഴിക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം മതിയാവും. അതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഫെർമെൻ്റായി കഴിയുമ്പം തണുത്ത മുന്തിരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ ഈസ്റ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈസ്റ്റിൻ്റെ അളവ് കൂട്ടിയാൽ അതിൻ്റെ വീര്യം കൂടി വരും. ഈസ്റ്റ് നല്ലതുപോലെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ തിളപ്പിച്ച് വെച്ച മുന്തിരി ഇപ്പം നല്ലതുപോലെ തണുത്തിട്ടുമുണ്ട്. ഇനി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വൈനിടാനായിട്ട് ഒരു ഭരണിയോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറോ വേണം. അപ്പം ഞാനിവിടെ ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് തിളപ്പിച്ച് വെച്ചിരുന്ന മുന്തിരി ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഈസ്റ്റും കൂടെ അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു ഒന്ന് കവർ ചെയ്യണം. തുണിയോ ഫോയിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് നമ്മളൊരിക്കലും ടൈറ്റ് ആക്കരുത്, പതുക്കെ ഒന്ന് അടച്ചു വയ്ക്കാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു വൈനാണല്ലോ, 5 ദിവസം മതി. 5-ാം ദിവസം നല്ല ക്ലിയർ വൈൻ റെഡിയാണ്. 3 ദിവസം എന്നും നമ്മളിത് ഇളക്കി കൊടുക്കണം. 4-ാം ദിവസം നമ്മൾ ഈ വൈൻ ഊറ്റിയെടുക്കുകയാണ്. വൈനിട്ട് ഡേ കൂട്ടണ്ട, പിറ്റേ ദിവസം 1-ാം ദിവസം. അപ്പം ഞാനിത് ഇളക്കി കൊടുക്കുകയാണ്. ഇതുപോലെ 2-ാമത്തെ ദിവസം ഇളക്കി കൊടുക്കാം. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാനിത് ഇളക്കുകയാണ്. ഇപ്പം 3 ദിവസം കഴിഞ്ഞു. ഇന്നിപ്പം 4-ാമത്തെ ദിവസം. ഞാനിന്ന് വൈൻ ഊറ്റി വയ്ക്കാൻ പോവുകയാണ്. ഞാനൊരു അരിപ്പ് വെച്ചിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. നല്ല തുണി ഉണ്ടെങ്കിൽ തുണി വെച്ചിട്ട് അരിച്ചെടുത്താലും മതി. നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ നമുക്ക് എടുക്കാം. അതിലുള്ള എല്ലാ ജ്യൂസും തന്നെ നമുക്ക് എടുക്കണം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ അരിച്ചെടുക്കാം. ഇപ്പോൾ വൈനെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കണം. ഇനി 5-ാം ദിവസം എന്ന് പറഞ്ഞാൽ നാളെയാണ്. അത് നമുക്ക് അന്നേരം ഊറ്റിയെടുക്കാം. ഇപ്പോൾ ശരിക്കും ഒരു ക്ലിയർ വൈനല്ല, ആ മട്ടെല്ലാം കൂടെ കലങ്ങിയാകെ ഒരു സുഖമില്ലാതാണ് ഇരിക്കുന്നത്. അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്കും മട്ടെല്ലാം അടിയിൽ വരും.
ക്ലിയർ വൈൻ കിട്ടും. ഇന്ന് 5-ാം ദിവസമാണ്. ഇപ്പോൾ വൈൻ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ആവശ്യത്തിനുള്ളത് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ എന്നാലും 2-3 ദിവസം കൊണ്ട് ഇതുപോലെ പുറത്ത് വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. മാക്സിമം അത് മട്ട അടിയിൽ ഊറി വരുന്നത് വന്നോട്ടെ. ഈ വൈൻ നമ്മൾ അരിച്ചെടുത്താലും ആ ബോട്ടിലാക്കി വയ്ക്കുമല്ലോ, അതൊരു 2 ആഴ്ചത്തേക്ക് ഒത്തിരി ടൈറ്റ് ചെയ്യാതെ വെക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം ടൈറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. വൈനിടുന്ന സമയത്ത് അതിൻ്റെ മധുരം നോക്കണം. കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.